നമസ്കാരം. കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴുമ്പോഴാണ് കോടികൾ ദൂർത്തടിച്ച നവകേരള സദസ്സുമായി പിണറായി വിജയനും മന്ത്രിമാരും 1 കോടിക്ക് മേൽ വിലയുള്ള നവകേരള ബസിൽ ഭൂമിയിൽ നിരത്തിലിറങ്ങിയത്. മുഖ്യമന്ത്രി താമസിക്കുന്ന 2 നിലകളിലുള്ള ക്ലിഫ് ഹൗസിൽ പോലും ലിഫ്റ്റ് വച്ചതും പശുക്കൾക്ക് പാട്ടുകേട്ട് അന്തി ഉറങ്ങാൻ 40 ലക്ഷം രൂപയുടെ തൊഴുത്തും പണിത് 40 ലക്ഷം രൂപയുടെ കിയ കാർണിവലിൽ 40 അകമ്പടി വാഹനങ്ങളോടെ യാത്ര ചെയ്യുന്ന കാരണഭൂതന്റെ പാർട്ടി തൊഴിലാളികളുടെ പേര് പറഞ്ഞ് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ എല്ലാം പൂട്ടിച്ച ചരിത്രമോർക്കുമ്പോൾ ഈ തൊഴിലാളി വർഗ നേതാവ് കേരളം കൊള്ളയടിക്കാൻ ഇപ്പോൾ കൊള്ളയടി വകുപ്പ് വരെ ഉണ്ടാക്കി രഹസ്യമായി മകൾക്ക് ചുമതല നൽകിയിരിക്കുകയാണ്. ഈ കാര്യം അത്രയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. അറബി രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നവർ നാട്ടിലേക്ക് അയക്കുന്ന വേതനമായിരുന്നു കേരളത്തെ ഇതുവരെ സാമ്പത്തികമായി സഹായിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗൾഫ് രാജ്യങ്ങളുടെ തകർച്ചയും കേരളത്തിലെ യുവജനങ്ങൾ വിദ്യാഭ്യാസവും തൊഴിലും തേടി യൂറോപ്പ്, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ എണ്ണം കൂടിയതും അങ്ങനെ പോകുന്നവർ അവിടെ പൗരത്വം നേടി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നതും കേരളത്തെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. അതുകൊണ്ട് കേരളത്തിന്റെ പ്രധാന റവന്യൂ വരുമാനം മദ്യവും ലോട്ടറിയുമായി ചുരുങ്ങി. കേരളത്തിൽ കോൺഗ്രസ് CPM നേതൃത്വത്തിലുള്ള സർക്കാരുകൾ കൃത്രിമ തസ്തിക സൃഷ്ടിച്ച് അനാവശ്യമായി നിയമിച്ച സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും റിട്ടയർ ചെയ്തവർക്ക് പെൻഷൻ നൽകുന്നതിനുമായി കേരളം 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ 1.40 ലക്ഷം കോടി രൂപയാണ് പൊതുകടമായി വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ തകർച്ചയും BJPയുടെ മുരടിപ്പും മൂലം ഭരണ തുടർച്ച നേടിയ പിണറായി വിജയൻ സർക്കാർ 7 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഈ അവസരത്തിൽ കേരളത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടി രൂപയോട് അടുക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്ന 2026 കേരളത്തിന്റെ പൊതുകടം 8 ലക്ഷം കോടി രൂപയിലെത്തും. നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമെടുപ്പിന് ഒരേ മാനദണ്ഡം തന്നെയാണ് തുടരുന്നത്. കേരളത്തിന് മാത്രമായി ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനാകില്ല. കേരളത്തിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാതെ ഇനി കടമെടുപ്പ് പരിധി കൂട്ടാനാകില്ല. കേരളം നമ്പർ 1 എന്ന കൃത്രിമ കണക്കുകൾ പോലും കേന്ദ്ര സഹായം കിട്ടുന്നതിൽ നമ്മെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കേരളത്തിലെ കുട്ടി സഖാക്കളെ സുഖിപ്പിക്കുന്നതിനായാലും കേരളം നമ്പർ 1 എന്ന് സ്ഥാപിച്ചാൽ പിന്നെ എന്തിനാണ് കേരളത്തെ സഹായിക്കേണ്ടത്? സഹായം ആവശ്യമുള്ളവർക്കല്ലേ അത് നൽകുക. കേന്ദ്ര സർക്കാർ 2017 GST ഏർപ്പെടുത്തിയപ്പോൾ 5 വർഷത്തേക്കാണ് നഷ്ടപരിഹാരം നൽകുന്നതിന് GST കൗൺസിലിൽ തീരുമാനമായത്. ഈ കാലാവധി പോലും 2022 അവസാനിച്ചു. പക്ഷേ GST വേണ്ട വിധത്തിൽ പിരിച്ചെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 30,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക ഇപ്പോൾ കേരളത്തിൽ തന്നെയുണ്ട്. ഇത് പിരിച്ചെടുക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അവിടെയും നികുതി പിരിച്ചെടുക്കാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് തന്നെയാണ് CPM നേതൃത്വത്തിലുള്ള കേരള സർക്കാരിന്റെ നയം. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിൽ കെട്ടിവയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കേന്ദ്ര സർക്കാരിന് നേരിട്ട് കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടാനാണെങ്കിൽ എന്തിനാണ് കേരളത്തിൽ ഒരു സർക്കാർ? കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കേന്ദ്ര ഭരണ പ്രദേശമാക്കിയാൽ പോരെ? കേന്ദ്ര ഭരണ പ്രദേശമായാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വൻ നികുതി ഇളവാണ് ലഭിക്കുക. പെട്രോൾ വിലയിൽ പോലും ഏകദേശം 15 രൂപയുടെ കുറവുണ്ടാവും. ഇവിടെയാണ് പിണറായി വിജയന്റെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനുള്ള അജണ്ട സംശയം ഉളവാക്കുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ ചിലവിൽ നടന്ന നവകേരള സദസ്സിന് ഒരു പ്രത്യേക ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. സർക്കാർ ചിലവിൽ പിണറായി വിജയനും മന്ത്രിമാരും വിവിധ പ്രദേശങ്ങളിലെ പൗരപ്രമുഖരുമായി ആ പ്രദേശങ്ങളിലെ വിഭവങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ പ്രാതൽ മാത്രമല്ല, കേരളത്തിലെ വാണിജ്യ വ്യവസായ മേഖലകളിലെ പ്രമുഖരുമായി സംവദിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരിക്കുന്നതിനുമുള്ള അവസരം സൃഷ്ടിക്കുകയായിരുന്നു സർക്കാരിന്റെ പ്രത്യക്ഷ ലക്ഷ്യമെങ്കിലും ഇതിന് പരോക്ഷമായ ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നതായിരുന്നു പിണറായി വിജയന്റെ അജണ്ട. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുകയും സർക്കാർ പദ്ധതികൾ അടിയന്തരമായി നിർത്തിവെക്കുകയും ചെയ്യേണ്ടതുണ്ട്.
അതുകൊണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലായാൽ അത് കേരളത്തിലെ അന്തം കമ്മികളായ സർക്കാർ ജീവനക്കാർ മുഴുവൻ CPM-ന് എതിരാവുകയും കേരളത്തിന്റെ വികസനത്തിന്റെ വിപ്ലവം കുറിക്കുമെന്ന് അവകാശപ്പെട്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ മുഴുവൻ തട്ടിപ്പായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇത് കേരളത്തിൽ നിന്നും CPM എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് പിണറായി ഭയപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ അന്തം കമ്മികൾ കൂട്ടത്തോടെ BJP-യിൽ ചേക്കേറുമെന്നതും പിണറായി വിജയനെ അലട്ടുന്നുണ്ട്. അല്ലെങ്കിലും ലോകത്ത് ഒരു രാജ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് വളർച്ച നേടിയിട്ടില്ല. തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കൊള്ളയുടെയും കഥകൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. അതുതന്നെ കേരളത്തിലും നടക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചാൽ അത് CPM-ന് നേട്ടമായി മാറ്റാമെന്ന് പിണറായി വിജയൻ കണക്കുകൂട്ടി. പക്ഷേ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നാൽ മാത്രമേ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയൂ. കേരളത്തിലെ ക്രമസമാധാന നില തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ ചെലവിൽ കലാപമുണ്ടാക്കാൻ പിണറായി വിജയൻ 1.25 കോടിയുടെ കക്കൂസും ലിഫ്റ്റുമുള്ള നവകേരള ബസിൽ നവകേരള സദസ്സ് നടത്താൻ തീരുമാനിച്ചിറങ്ങിയത്. CPM പാർട്ടി ഗ്രാമങ്ങളുള്ള കണ്ണൂരിൽ മുതൽ കലാപ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും തകർന്നു തരിപ്പണമായ കോൺഗ്രസിന് അത് തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. അതിന്റെ നിരാശയിലാണ് പിണറായി വിജയൻ പിന്നീട് പല നവകേരള സദസ്സുകളിലും പത്രസമ്മേളനങ്ങളിൽ പൊട്ടിത്തെറിച്ചത്. എന്നിട്ടും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ ജില്ലകളിൽ പ്രവേശിച്ചപ്പോഴും കോൺഗ്രസിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതോടെ കുപിതനായ പിണറായിയുടെ ആശങ്കയകറ്റാൻ ഗൺമാൻ തന്നെ ആലപ്പുഴയിൽ കലാപത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടാണ് കോൺഗ്രസിൽ കുറച്ചെങ്കിലും പ്രകോപനമുണ്ടാക്കാൻ സാധിച്ചത്. കരിങ്കൊടി കാണിച്ച കോൺഗ്രസുകാരുടെ തലയടിച്ചു പൊളിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലൂടെ കേരളത്തിലെ ക്രമസമാധാന നില തകർക്കുക തന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷേ അവിടെയും പിണറായി വിജയന്റെ അജണ്ടകൾ ഫലിച്ചില്ല. പത്തനംതിട്ടയിലും കൊല്ലത്തും കലാപശ്രമം പരാജയപ്പെട്ടതോടെ എന്തു വില കൊടുത്തും നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ സ്റ്റേജിലുള്ളപ്പോൾ തന്നെ ഗ്രനേഡ് എറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ഗ്രനേഡ് എറിഞ്ഞ പോലീസിന് പിണറായി വിജയനോടുള്ള എതിർപ്പായിരിക്കാം ഗ്രനേഡ് ലക്ഷ്യം തെറ്റാൻ കാരണം. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ കോൺഗ്രസിന് ഒന്നനങ്ങാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതോടെ നവകേരള സദസ്സിലൂടെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള പിണറായി വിജയന്റെ അജണ്ട പൊളിഞ്ഞു. പക്ഷേ ഇനിയും പിണറായി വിജയന്റെ ലക്ഷ്യം കേരളത്തിൽ കലാപമുണ്ടാക്കി ക്രമസമാധാന നില തകർക്കുക എന്നത് തന്നെയാണ്. 2024 മാർച്ച് 31 വരെ പിണറായി വിജയന് കേരള ഭരണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതിനു മുൻപ് താൽക്കാലിക ആശ്വാസം എന്നോണം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്തി കേരളത്തിലെ യുവജനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തിയാൽ അടുത്തു വരുന്ന സർക്കാരാണ് പ്രതിസന്ധിയിലാവുക. അടുത്ത വർഷത്തെ ബജറ്റ് കലാപത്തിനുള്ള ശങ്കൊലി തീർക്കുമെന്നതിൽ സംശയമില്ല. മണ്ഡലകാലം കഴിയുന്നതിന് മുമ്പ് ഒരു ശബരിമല സമര പരമ്പരയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. കേരള BJP പിണറായി വിജയന് എല്ലാ പിന്തുണയും നൽകി നോക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ BJPക്ക് വളരാൻ ലഭിക്കുന്ന ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കാൻ BJPയിലെ KJP നേതൃത്വം തയ്യാറാവില്ലേ? വെള്ളാപ്പള്ളി നടേശന്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണല്ലോ KJP നേതൃത്വം കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ കേരളത്തിന്റെ തിരിച്ചടവ് കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും കേന്ദ്ര സർക്കാർ കൊടുത്തു തീർക്കേണ്ടതായി വരും. 1-2 വർഷത്തിനുള്ളിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തനിക്ക് തന്നെ അധികാരത്തിൽ വരാമെന്നും പിണറായി വിജയൻ ചിന്തിച്ചുവെങ്കിൽ തെറ്റു പറയാനാകില്ല. കേരളത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയും മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിൽ എത്തുകയും ചെയ്താൽ പിന്നെ അതല്ലേ നടക്കൂ. കേരള BJP അപ്പോഴും കുഴൽപ്പണക്കൊള്ളയും തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പും മാസപ്പടി കളക്ഷനുമായി കേരളത്തിൽ തന്നെയുണ്ടാകും. കേന്ദ്രത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് കരാർ ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ CPM-നെ പിന്തുണയ്ക്കാമെന്ന BJP കരാർ വല്ലതും ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള സർക്കാരിന് കേരള സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കേരള സർക്കാർ തയ്യാറായില്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.
സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിനെതിരെ അന്തംകമ്മികളെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ റോഡിലിറക്കി കലാപമുണ്ടാക്കാനുള്ള നാടകമൊക്കെ നാലായിട്ട് മടക്കി സ്വർണ്ണ അറയിൽ തിരുകിയാൽ മതി. ഇനിയും പിണറായിയുടെ നാടകവുമായി ഡിവൈഎഫ്ഐ ഗുണ്ടകൾ രംഗത്തിറങ്ങിയാൽ കേരളത്തിലെ പ്രബുദ്ധ ജനത കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. നന്ദി.